ധാരാളം കൂളിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക, വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക, പറ്റുമെങ്കിൽ നോൺ വെജ് മൊത്തമായിട്ട് ഉപയോഗിക്കുക. ആൻഡ് ഒക്കേഷണലി ഇതുപോലെ ഫ്രഷ് വാട്ടർ ഫിഷോ അല്ലെങ്കിൽ മട്ടൺ, റാബിറ്റ്, മറ്റ് ആമ, ഇതൊക്കെ തണുപ്പാണ്. പക്ഷേ ഇത് ഈസിലി അവൈലബിൾ അല്ല, അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എപ്പോഴും കഴിക്കാൻ കിട്ടിയെന്ന് വരില്ല. പക്ഷേ അതൊക്കെ പ്രിഫർ ചെയ്താൽ നമുക്ക് ശരീരം കൂളാണ്. ബീഫും ചിക്കനും ഡെഫിനറ്റ്ലി ചൂടാണ്, എഗ്ഗും കോഴിമുട്ടയും ചൂടാണ്. അപ്പോൾ അത് കട്ട് ചെയ്തേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ ഈ പിക്കിളിൻ്റെ കൂട്ടത്തിൽ, സീ ഫുഡിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിവാക്കേണ്ട, തൈരിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിവാക്കേണ്ട സാധനങ്ങളാണത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അൺലിമിറ്റഡ്. ഷുഗർ ഇല്ലെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, ഭാഗ്യവതികളെ ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് കഴിച്ചോളൂ. ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം, പക്ഷേ ഒരു മോഡറേറ്റിൽ, അതായത് നല്ല റൈപ്പൻ, നല്ല പഴുത്ത് മധുരം വരുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ പപ്പായയും മാങ്ങയും ഒക്കെ ഇല്ലേ, ഏത്തപ്പഴം, ആപ്പിളും പേരയ്ക്കൊക്കെ ഇല്ലേ, നല്ലോണം പഴുക്കാതെ കഴിക്കുക. ഞാവൽപ്പഴം കഴിക്കാം, തണുപ്പാണ്. മുന്തിരിയൊക്കെ ഷുഗർ ഇല്ലെങ്കിൽ കഴിച്ചോ, വാട്ടർമെലനും കഴിച്ചോ. ഷുഗർ ഉള്ളവർക്ക് നമുക്ക് തണ്ണിമത്തനും കുമ്പളങ്ങിയും വെള്ളരിക്കയും കുക്കുമ്പറൊക്കെ കഴിക്കാം. അല്ല, തണ്ണിമത്തന് അത്ര മധുരമില്ല, മനസ്സിലായോ? കുക്കുമ്പറും വെള്ളരിക്കും കുമ്പളങ്ങിയും മധുരമില്ലല്ലോ, കഴിക്കാം, ജ്യൂസ് അടിച്ച് കഴിക്കാം. അതുപോലെ നെല്ലിക്ക ജ്യൂസ് നല്ലതാണ്, ക്യാരറ്റ് ജ്യൂസ് നല്ലതാണ്, അതൊക്കെ കഴിക്കാം. നെല്ലിക്ക ജ്യൂസ്